നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മേയറും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. അടിയന്തര കൌൺസിൽ യോഗത്തിൽ ബഹളം. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ചൊറിച്ചലെന്ന് മേയർ. പ്രതിപക്ഷ വാക്പോര് അൺപാർലമെന്ററി പ്രയോഗത്തിൽ. തെങ്ങ് ചതിച്ചു, യുവാവ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പിണറായി പാറപ്പുറത്ത്. തെങ്ങ് മറിഞ്ഞു വീണത് ബൈക്ക് യാത്രികനുമേൽ. നട്ടെല്ലും വാരിയെല്ലും തകർന്ന് എടക്കടവിലെ ശ്രീജിത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ. ആസ്റ്ററിന്റെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. ആസ്റ്റർ ഹെൽത്ത് കെയർ ആപ്പ് പുറത്തിറക്കി DM ഹെൽത്ത് കെയർ. രജിസ്ട്രേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ഇനി വീട്ടിലിരുന്ന് തന്നെ. പുറത്തിറങ്ങിയത് മലയാളത്തിലെ ആദ്യ സമഗ്ര ഹെൽത്ത് കെയർ ആപ്പ്. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗത്തിൽ ബഹളം. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ചൊറിച്ചിലെന്ന മേയറുടെ പരാമർശമാണ് ബഹളത്തിന് ഇടവെച്ചത്. പ്രയോഗം അൺപാർലമെന്ററിയാണെന്ന് പ്രതിപക്ഷം വാദിച്ചു. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് തയ്യാറാക്കിയ 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ കോർപ്പറേഷനിലെ പദ്ധതി നടത്തിപ്പ് തടസ്സപ്പെടുന്നതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തര കൌൺസിൽ യോഗം ചേർന്നത്. കാര്യങ്ങൾ പറയേണ്ട എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയും എതിർത്ത് പ്രാകൃതമായ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ നിങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കി നിങ്ങളെ തിരിച്ചറിയും ജനങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇത് ജനങ്ങളെ ഒരുപാട് കാലം പൊട്ടന്മാരാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങള് പറയുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല. കെ സ്മാർട്ടിനെ എതിർക്കുമ്പോ നിങ്ങൾക്ക് ഒരു വലിയ പൊളിച്ചൊന്നും വേണ്ട ആവശ്യമില്ല. കെ സ്മാർട്ടിന്റെ തകരാറിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടിമാരൊക്കെ ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് ഇവിടെ കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളം ഉയരുകയായിരുന്നു. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് എന്താണ് ചൊറിച്ചിലെന്ന് മേയർ ചോദിച്ചത് കടുത്ത ബഹളത്തിന് ഇടയാക്കി. ചൊറിച്ചിലെന്ന പ്രയോഗം അൺപാർലമെന്ററി ആണെന്ന് പ്രതിപക്ഷ കൌൺസിലർ അഡ്വക്കേറ്റ് അൻവർ വാദിച്ചു. പി രവീന്ദ്രൻ ഇത് ഏറ്റുപിടിച്ചതോടെ ബഹളമായി. കണ്ണൂർ കോർപ്പറേഷനിലെ CCTV ക്യാമറകൾ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ കൌൺസിലർ പ്രദീപൻ ആരോപിച്ചു. എന്നാൽ ഈ ക്യാമറകൾ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സ്ഥാപിച്ചതാണെന്നും രേഖകൾ പരിശോധിച്ച് പ്രതിപക്ഷ അംഗം ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ മറുപടിയായി വിമർശിച്ചു. എന്നാൽ കെ സ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി നൽകാൻ രാവിലെ നടന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപാകത കാരണം പദ്ധതി നിർവഹണം തടസ്സപ്പെടുകയാണ്. നികുതി പിരിവും നടക്കുന്നില്ല. പദ്ധതികൾ ആവിഷ്കരിച്ച് സമർപ്പിക്കുന്നുണ്ടെങ്കിലും കെ സ്മാർട്ട് പദ്ധതിയിലെ സാങ്കേതിക തടസ്സം കാരണം നടപ്പിലാകുന്നില്ലെന്ന് മേയർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് തയ്യാറാക്കിയ 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ കോർപ്പറേഷനിലെ പദ്ധതി നടത്തിപ്പ് തടസ്സപ്പെടുന്നതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തര കൌൺസിൽ യോഗം ചേർന്നത്. കനത്ത മഴയിൽ ചാല കൊറ്റംകുന്നിൽ മതിലിടിഞ്ഞു. KV ഹൌസിൽ അബ്ദുറഹ്മാന്റെ വീട്ടുമതിലാണ് ഇടിഞ്ഞു വീണത്. റോഡിനോട് ചേർന്നുള്ള മതിലാണ് ഇടിഞ്ഞത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. പട്ടുവത്ത് വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ട് തുടരുകയാണ്. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു. മിംസ് ആശുപത്രിക്ക് സമീപം ചാല കൊറ്റംകുന്നിൽ വീട്ടുമതിലിടിഞ്ഞു വീണു. രാവിലെ മുതലുള്ള ശക്തമായ മഴയിലാണ് മതിലിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത്. സമീപത്ത് തന്നെ മറ്റൊരു കടയും പ്രവർത്തിക്കുന്നുണ്ട്. റോഡിനോട് ചേർന്നുള്ള വീട്ടുമതിലിന്റെ ഭാഗങ്ങളാണ് നിലം പൊത്തിയത്. ബസ്സും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന വഴി കൂടിയാണിത്. ഈ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. വീട്ടുകിണറും അപകടാവസ്ഥയിലാണുള്ളത്. അപകട സമയത്ത് വീട്ടുകാർ പുറത്തിറങ്ങാതിരുന്നതും സമീപത്തു കൂടി യാത്രക്കാർ ആരും പോകാതിരുന്നതിനാലുമാണ് മറ്റപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. അതേസമയം പട്ടുവം പടിഞ്ഞാറേച്ചാലിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. പുന്നച്ചേരി കാർത്തിയായനിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വൈകുന്നേരത്തെ കാറ്റിലും മഴയിലുമായിരുന്നു തെങ്ങ് വീണത്. ആളപായമില്ല. വീടിന് നേരിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻവശം ടാക്സി സ്റ്റാൻഡിന് സമീപത്തെ കൂറ്റൻ തണൽമരം കടപുഴകി വീണു. നിർത്തിയിട്ട 6 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശനിയാഴ്ച രാവിലെ 10:30ഓടെയാണ് സംഭവം. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻവശം ജൂബിലി കോംപ്ലക്സിലെ
ടാക്സി സ്റ്റാൻഡിന് സമീപത്തെ കൂറ്റൻ പുളിമരമാണ് കടപുഴകി വീണത്. രാവിലെ മുതൽ ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റെഡ് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും മരം മുറിഞ്ഞു അപകടവും സംഭവിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും നിലവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടാണുള്ളത്. രാവിലെയാണ് തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് സമീപത്തും കൂറ്റൻ മരം കടപുഴകി വീണത്. അപകടത്തിൽ 6 ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. മരത്തിന് സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ജനറൽ ആശുപത്രിയിലേക്കും മറ്റുമുള്ളവർ ഇതുവഴിയാണ് കടന്നു പോകാറുള്ളത്. എന്നാൽ ശക്തമായ മഴ കാരണം പലരും കടവരാന്തകളിൽ കയറി നിന്നതിനാലും വാഹനങ്ങൾ കുറവായതിനാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘവും നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ദ്വിദിന ജില്ലാ പഠന ക്യാമ്പിന് തുടക്കമായി. കണ്ണൂർ ശിക്ഷക് സദനിൽ മുൻ രാജ്യസഭാ MP-യും CPIM ജില്ലാ സെക്രട്ടറിയുമായ KK രാഗേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സബ് ജില്ലാ തലം മുതലുള്ള ഭാരവാഹികളും ജില്ലാ നേതാക്കളുമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ പരിശോധിക്കുകയും ശാസ്ത്രീയമായ പ്രവർത്തന പദ്ധതികൾ കൂട്ടായ ചർച്ചയിലൂടെ തയ്യാറാക്കുകയുമാണ് ദ്വിദിന പഠന ക്യാമ്പിന്റെ ലക്ഷ്യം. സംഘടന, സംഘാടനം, സാംസ്കാരിക രംഗം, നവകേരള നിർമ്മിതിയും സ്ത്രീ ശാക്തീകരണവും, സാമ്പത്തിക രംഗം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് ക്യാമ്പിൽ ക്ലാസുകളും ചർച്ചയും നടക്കുക. ഈ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിടങ്ങളിൽ പോലും വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ അതിനെതിരായിട്ടാണുള്ളത്. താലിബാൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. ആ താലിബാനെതിരായിട്ട് ഏറ്റവും ശക്തമായ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. എന്താ കാഴ്ചപ്പാട്? മതവിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് കാര്യമാണ്. അത് ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിട്ട് സ്ത്രീകളും മതവിശ്വാസികളും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിശക്തമായ രംഗത്തിറങ്ങി. ഇപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും ഇസ്ലാമിക രാഷ്ട്രമല്ല നിലവിലുള്ള ജനാധിപത്യ രാജ്യങ്ങളാണ്. പ്രൊഫസർ MA സിദ്ദിഖ്, VS ബിന്ദു, അമൽ രവി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. ഉദ്ഘാടന ചടങ്ങിന് KSTA ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ജില്ലാ നേതാക്കളായ AK ബീന, K രഞ്ജിത്ത്, PR സ്മിജ, KC സുധീർ, T രജില, KC സുനിൽ, VV വിനോദ് കുമാർ, PV സുരേന്ദ്രൻ, KP മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും അവതരണവും നടന്നു. ക്യാമ്പ് നാളെ സമാപിക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മേയറും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. അടിയന്തര കൌൺസിൽ യോഗത്തിൽ ബഹളം. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ചൊറിച്ചലെന്ന് മേയർ. പ്രതിപക്ഷ വാക്പോര് അൺപാർലമെന്ററി പ്രയോഗത്തിൽ. തെങ്ങ് ചതിച്ചു, യുവാവ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പിണറായി പാറപ്പുറത്ത്. തെങ്ങ് മറിഞ്ഞു വീണത് ബൈക്ക് യാത്രികനുമേൽ. നട്ടെല്ലും വാരിയെല്ലും തകർന്ന് എടക്കടവിലെ ശ്രീജിത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ. ആസ്റ്ററിന്റെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. ആസ്റ്റർ ഹെൽത്ത് കെയർ ആപ്പ് പുറത്തിറക്കി DM ഹെൽത്ത് കെയർ. രജിസ്ട്രേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ഇനി വീട്ടിലിരുന്ന് തന്നെ. പുറത്തിറങ്ങിയത് മലയാളത്തിലെ ആദ്യ സമഗ്ര ഹെൽത്ത് കെയർ ആപ്പ്.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. പിണറായി പാറപ്രം റോഡിൽ തെങ്ങ് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാറപ്രം എടക്കടവിലെ ഷിജിത്തിനാണ് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ പാറപ്രം എടക്കടവിലെ തയ്യിൽ വീട്ടിൽ ഈ ഷിജിത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. ജോലി കഴിഞ്ഞ് മഴയത്ത് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പിണറായി പാറപ്രം റോഡിൽ വെച്ച് തെങ്ങിന്റെ മേൽഭാഗം പൊട്ടി ഷിജിത്ത് യാത്ര ചെയ്തിരുന്ന ബൈക്കിനു മുകളിൽ പതിച്ചത്. അപകടത്തിൽ നട്ടലിനും വാരിയലിനും ക്ഷതമേറ്റ ഷിജിത്തിനെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ലോറിയും പിറകിലായി വരുന്ന 2 ബൈക്കുകളും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ലോറി കടന്നുപോയതിനു ശേഷം വളവ് തിരിഞ്ഞു മുന്നോട്ട് വരുന്നതിനിടെയാണ് തെങ്ങ് വീണ് ഷിജിത്തിന് അപകടം സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ മാർക്കറ്റിലെ വഴിയോര കച്ചവടക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടരുതെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെ ഭാഗത്തു നിന്നും മാനുഷിക പരിഗണന വേണമെന്നും പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സംരക്ഷണ നിയമം അടിയന്തരമായി നടപ്പിലാക്കാൻ കോർപ്പറേഷൻ മുൻകൈ എടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് മാനുഷിക പരിഗണന നൽകി തൊഴിലാളികളെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത പക്ഷം നൂറുകണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാവും. രാജ്യ തലസ്ഥാനമായ ഡൽഹി മുതൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അഭ്യസ്ത വിദ്യരും അല്ലാത്തതുമായ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുണ്ട്. സർക്കാർ ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് കുടുംബം പുലർത്താൻ സ്വയം തൊഴിൽ എന്ന നിലയിൽ ഇത്തരം സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതെന്നും പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കാൻ നിർബന്ധിതരായി തീരുമെന്നും MA കരീം മുന്നറിയിപ്പ് നൽകി. അനധികൃതമായ ആളുകൾ നുഴഞ്ഞു കയറുന്നതുകൊണ്ടാണ് കാലകാലങ്ങളായിട്ട് ഇവിടെ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് പോലീസ് പറഞ്ഞതുകൊണ്ടാണ്. അനധികൃതമായ ആളുകൾ കടന്നു വരാതിരിക്കണമെങ്കിൽ കോർപ്പറേഷൻ അടിയന്തരമായും ഈ നിയമമനുസരിച്ച് ഐഡന്റി കാർഡ് നൽകുകയും ഐഡന്റി കാർഡ് നൽകിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ഈ സാധ്യതയിൽ നിയമപരമായ പ്രൊട്ടക്ഷൻ സംരക്ഷണം ലഭിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുപോലെ പോലീസ് ഒരല്പം മാനസിക പരിഗണന നൽകേണ്ടത്. നിയമപരമായിട്ട് പോലീസിനൊക്കെ ചെയ്യാവുന്നതാണ്, ഞാൻ പറയുന്നത്. പക്ഷേ കോടതി ഉത്തരവുണ്ടെങ്കിൽ കോടതി ഉത്തരവ് നടക്കാറുള്ള പോലീസ് സദസ്യനാണ്. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന് വേണം. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇതുകൊണ്ട് ഉപജീവനമാകാൻ കഴിയുന്നു, അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്നു. ആ കുടുംബങ്ങളും അവർക്ക് ജീവിക്കാൻ അവസരമായുള്ള ഒരു സംരക്ഷണം കിട്ടേണ്ടത് ഒരു സുരക്ഷിതമാണ്. ആ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ പോലീസും കോർപ്പറേഷനുകളും സഹായിക്കണം എന്നാണ് ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. അല്ലാതെ ഈ തൊഴിലാളികളുടെ ഒരൊറ്റ ഒരു സന്ദർഭത്തിൽ ഇവരെ ആട്ടി ഓടിക്കാനുള്ള ശ്രമങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏത് അറ്റം വരെ പോകാനും അതിനനുസൃതമായിട്ടുള്ള പ്രക്ഷോഭ സമരം നടത്താനും ഞങ്ങൾ നിർബന്ധിക്കും. P. റഷീദ് അധ്യക്ഷത വഹിച്ചു. BM ബഷീർ, PP ഷഫീഖ്, KK മുഹമ്മദ്, MK റംഷീദ്, TP നവാസ്, T സലാം, VP ഷഫീഖ്, VK സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
എടച്ചൊവ്വ ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ലഹരിമുക്ത ജീവിതത്തിനും അക്രമരഹിത സമൂഹത്തിനുമായി സന്ദേശയാത്ര നടത്തി. SN കോളേജ് NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെയായിരുന്നു പദയാത്ര. മുണ്ടയാട് വൈദ്യർ പീടിക സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച യാത്ര കൗൺസിലർ ഉഷ N ഫ്ലാഗ് ഓഫ് ചെയ്തു. പുതുതലമുറയുടെ പ്രതീകമായി വിദ്യാർത്ഥികളായ നേഹ, റൂബൻ ഡോൺ ഡിസിൽവ എന്നിവർ ഏന്തിയ ബാനറിന് പിറകിൽ അംഗങ്ങൾ അണിനിരന്നു. ERA അംഗങ്ങൾ കൂടാതെ NSS യൂണിറ്റുകളിലെ 30-ൽ പരം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. യാത്രയിൽ പങ്കെടുത്തവർക്കുള്ള വെള്ളത്തൊപ്പി സ്പോൺസർ ചെയ്തത് രത്നാകരനാണ്. ERAയുടെ വഴികളിലൂടെ സഞ്ചരിച്ച യാത്ര വൈദ്യർ പീടികയിൽ സമാപിച്ചു. യാത്രക്കിടയിൽ ശ്രീ വത്സരാജ് ഒരുക്കിയ കുടിവെള്ളം പോയിന്റ് അംഗങ്ങൾക്ക് ആശ്വാസമായി. 100-ൽ പരം പേർ യാത്രയിൽ പങ്കെടുത്തു. ERA പ്രസിഡന്റ് അജിത്ത് അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ സെക്രട്ടറി രാജീവ് സ്വാഗതമരുളി. ട്രഷറർ ശ്രീശൻ സന്നിഹിതനായിരുന്നു. കൗൺസിലർ ഉഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചുറ്റുമുള്ള പ്രദേശവും മയക്കുമരുന്നിനെതിരെ ലഹരി മുക്തമാക്കുവാനുള്ള ശ്രമത്തിൽ നമ്മളും പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല വിധത്തിലുള്ള നമ്മുടെ പ്രദേശത്തും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. NSS കോർഡിനേറ്റർ രമേശ്, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഷഹീഷ്, ട്രഷറർ ശ്രീശൻ, ഡോക്ടർ ജിഷ്ണ, EC മെമ്പർ അരവിന്ദൻ, ജോയിന്റ് സെക്രട്ടറി അശോകൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ SN കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രശാന്ത് മയക്കുമരുന്നിനെതിരെയുള്ള സത്യവാചകം ചൊല്ലിയത് അംഗങ്ങൾ മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞു. വൈസ് പ്രസിഡന്റ് മോഹനൻ നന്ദി പറഞ്ഞു. മലയാളത്തിലെ പ്രഥമ സമ്പൂർണ്ണ ഹെൽത്ത് കെയർ ആപ്പ് ആസ്റ്റർ ഹെൽത്ത് പുറത്തിറക്കി. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആസ്റ്ററിന്റെ ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ, ഹോം കെയർ സേവനങ്ങൾ എന്നിവയുടെ സേവനങ്ങൾ സമന്വയിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആസ്റ്റർ ഹെൽത്ത് ആപ്പ്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആപ്പ് ഉദ്ഘാടനം ചെയ്തു. ആസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ, ലാബുകൾ, ഹോം കെയർ സേവനങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണമായ സേവനങ്ങൾ ആപ്പിലൂടെ ലോകത്തെവിടെ നിന്നും ലഭ്യമാകും. ആശുപത്രിയിലെ രജിസ്ട്രേഷൻ, ഡോക്ടറുടെ ബുക്കിംഗ്, ഓൺലൈൻ കൺസൾട്ടേഷൻ, ജനറൽ പ്രാക്ടീഷണറുടെ ഉടനടിയുള്ള സേവനം, സ്വന്തമായും കുടുംബാംഗങ്ങൾക്കായും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ വ്യത്യസ്ത പ്രൊഫൈലുകൾ സൃഷ്ടിക്കാനുള്ള സൌകര്യം, എല്ലാവരുടെയും ചികിത്സാ രേഖകളും റിപ്പോർട്ടുകളും എവിടെ നിന്നും ലഭ്യമാക്കാനുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ആസ്റ്റർ ഹെൽത്ത് ആപ്പിന്റെ സവിശേഷതകളാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെയാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ആതുര സേവന മേഖലയെ സമഗ്രമായി പുനരുദ്ധരിപ്പിക്കാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണിത്. രോഗനിർണയ സേവനങ്ങൾ, ഫാർമസി, ഹോം കെയർ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രവും മാതൃകാപരവുമായ ഒരു ഡിജിറ്റൽ ഇക്കോ സംവിധാനമായി ഈ പ്ലാറ്റ്ഫോമിനെ മാറ്റിയെടുക്കുമെന്ന് ആസ്റ്റർ ഡിജിറ്റൽ ഹെൽത്ത് CEO ഡോക്ടർ ഹർഷ രാജാറാം പറഞ്ഞു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സൈബ മൂപ്പൻ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് 14 മുതൽ നടന്നുവരുന്ന പാട്ടും കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവാഘോഷയാത്ര സംഘടിപ്പിച്ചു. മെയ് 25 രാവിലെ 7 ഭഗവതിയുടെ തിരുമുടി നിവരൽ, ഉച്ചയ്ക്ക് തുലാഭാരം തൂക്കലും കലശത്തോടെ ഉത്സവം സമാപിക്കും. ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ബാൻഡ് മേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നിരവധി പേർ പങ്കെടുത്തു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് രാത്രി 10-ന് ഭഗവതിയുടെ തോറ്റം അരങ്ങേറും. മെയ് 25 രാവിലെ 7-ന് ഭഗവതിയുടെ തിരുമുടി നിവരൽ, ഉച്ചയ്ക്ക് തുലാഭാരം തൂക്കലും കലശത്തോടെ ഉത്സവ സമാപനമാകും. കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ തരംതിരിച്ച് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മത്സരങ്ങൾ നടന്നു. 100-ൽ പരം പേർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,990, പവന് 71,920, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മേയറും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്, അടിയന്തര കൌൺസിൽ യോഗത്തിൽ ബഹളം. കെ സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ചൊറിച്ചലെന്ന് മേയർ. പ്രതിപക്ഷ വാക്പോര് അൺപാർലമെന്ററി പ്രയോഗത്തിൽ. തെങ്ങ് ചതിച്ചു, യുവാവ് ഗുരുതരാവസ്ഥയിൽ. സംഭവം പിണറായി പാറപ്രത്ത്. തെങ്ങ് മറിഞ്ഞു വീണത് ബൈക്ക് യാത്രികനുമേൽ. നട്ടെല്ലും വാരിയെല്ലും തകർന്ന് എടക്കടവിലെ ശ്രീജിത്ത് അതീവ ഗുരുതരാവസ്ഥയിൽ. ആസ്റ്ററിന്റെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. ആസ്റ്റർ ഹെൽത്ത് കെയർ ആപ്പ് പുറത്തിറക്കി DM ഹെൽത്ത് കെയർ. രജിസ്ട്രേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ഇനി വീട്ടിലിരുന്ന് തന്നെ. പുറത്തിറങ്ങിയത് മലയാളത്തിലെ ആദ്യ സമഗ്ര ഹെൽത്ത് കെയർ ആപ്പ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.